ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞൊരു കുറച്ച് വൈകുന്നേരത്തുള്ള കുറച്ച് വിശേഷങ്ങൾ മാത്രമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ആദ്യം തന്നെ ചായന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചായയല്ല കാപ്പിയാണ് കേട്ടോ, മറന്നു. എനിക്ക് എപ്പോഴും ചായ എന്നാണ് കേട്ടോ വരുന്നത്, കാപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ കാപ്പിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 3 മണി ആ ഒരു ടൈമിൽ തുടങ്ങിയ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ അതാ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഏട്ടൻ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം ഇപ്പോൾ ഉച്ചവരെയൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഏട്ടൻ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഡ്രീം ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങിയിരുന്ന് നല്ല അടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാപ്പിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ അകത്തേക്ക് ചെന്നപ്പോൾ നല്ലൊരു എനർജി കിട്ടിയിട്ട് എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ അടുക്കളയുടെ ഈ ഭാഗത്ത് നമ്മൾ വിറകൊക്കെ വെക്കണ ഭാഗത്തൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ കുറച്ച് ദിവസമായി അടിച്ചു വാരിയിട്ടൊക്കെ. പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ ആകെ അലമ്പായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ചോരും. അപ്പോൾ അത് കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഭാഗത്തേക്ക് എനിക്ക് വരാൻ തന്നെ അറപ്പാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അത് കൂടെ ചവിട്ടി നടക്കണമെന്ന് എനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ എന്തോ അറപ്പ് പോലെ തോന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഇവിടെ അങ്ങോട്ട് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പം വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മഴ പോണ് നോക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ മഴക്കാലം കഴിയേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കണ്ടില്ല, ആകെ അലങ്കോലമായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. കുറേ ദിവസമായി വൃത്തിയാക്കിയിട്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ചട് എനിക്ക് വൃത്തിയാക്കാറില്ല ഞാൻ, കുറേ ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങോട്ട് അതിന് വേണ്ടിയിട്ടാണ് മെനക്കട നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇപ്പം മഴയൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ ഈ പട്ടികളും പൂച്ചകളൊക്കെ വന്നിട്ട് ഇവിടെയാണ് കേട്ടോ കിടക്കണത്. എനിക്ക് അതാണ് ഏറെ അറപ്പ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ കാരണം കൊണ്ട് തന്നെ അവർക്ക് ഇവിടെ നല്ല സുഖമാണല്ലോ കിടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചായപ്പ് പോലെയല്ലേ ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ വെയിലും മഴയൊന്നും കൊള്ളില്ലല്ലോ. അപ്പോൾ അത് കാരണം അവർ വന്നിട്ട് ഇവിടെ എന്നിട്ട് കിടപ്പ് മൊത്തം. എനിക്ക് അതാണ് ഏറ്റവും ദേഷ്യം, ഏറ്റവും അറപ്പ്. എത്ര ആട്ടിവിട്ടാലും പോവില്ല കേട്ടോ. എത്ര നമ്മൾ ആട്ടിവിട്ടാലും അപ്പോൾ ഓടിപ്പോവും. അത് കഴിഞ്ഞ് പിന്നെ രാത്രി വന്നിട്ട് ഇവരിവിടെ കിടക്കുക. അപ്പോൾ ഈ വിറകും ഈ പട്ടയും ഒക്കെ നാശാക്കിയിട്ട് രാവിലെ നീച്ചിടുമ്പോൾ അതാട്ടോ നമ്മൾ കാണുക. അവരാകെ അലങ്കോലാക്കി നാശാക്കിയിട്ട് താഴ്ത്തിയൊക്കെ വലിച്ചിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത്രയും നമ്മളെ ഒരുമാതിരി വൃത്തികേടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ കാരണം കൊണ്ടാണ് എനിക്ക് ദേഷ്യം. ഞങ്ങളുടെ ഈ പരിസരത്താണെങ്കിൽ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ നായക്കളും പട്ടികളൊക്കെയാണ് കേട്ടോ. ഒരുപാടുണ്ട്, 1-2 എന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഐറ്റങ്ങളെല്ലാവരും വന്നിട്ട് ഇവിടെ കിടക്കും. പിന്നെ എല്ലാതും ഇല്ല കേട്ടോ, എന്നാലും പകുതി മുക്കാലും ഇവിടെയാണ് കിടക്കുക. എല്ലായിടത്തും ഉണ്ട് ശല്യം. എല്ലാവരും ഇവിടെ അടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ നല്ല ശല്യമാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് ഞാനിവിടെ ഏറെ വൃത്തിയാക്കി ഇടുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആകെ ഒരുമാതിരി വൃത്തികേടായിരിക്കും ഇവിടെ. അപ്പോൾ ഈ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ ആകെ വെണ്ണീറൊക്കെ നിറഞ്ഞിട്ട് കേട്ടോ. നമ്മൾ വേനൽക്കാലത്ത് ഇവിടെയാണല്ലോ കത്തിച്ചിട്ടുണ്ടായിരുന്നത്, അകത്തല്ലല്ലോ. അപ്പോൾ അത് കാരണം വെണ്ണീറൊക്കെ നിറയെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കോരി എടുക്കണുണ്ട് കേട്ടോ പുറത്ത് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട്. അതും അവർ കയ്യും കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഈ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ കടന്ന് മാന്തും തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പുറത്തേക്ക് വെണ്ണീറും കാര്യങ്ങളൊക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ എത്ര ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് താമസം ഉറപ്പിക്കും. പക്ഷെ എന്നാലും നമ്മൾ വൃത്തിയാക്കേണ്ടതാക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് പിന്നെ വിറക് വെക്കാത്ത കാരണം കൊണ്ട് തന്നെ ഞാനിപ്പോൾ അടുപ്പിൻ്റെ തിണ്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലാണ് കുറച്ച് വിറക് കൊണ്ടുവന്ന് വയ്ക്കുള്ളൂ, ഒരുപാടൊന്നും കൊണ്ടുവന്ന് വയ്ക്കില്ല കേട്ടോ. പിന്നെ ഈ താഴെ ഭാഗത്ത് വിറകൊന്നും വെക്കാത്ത കാരണം ചെതൽ വലിയ കാര്യമായിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ചെതലും കൊണ്ട് നടക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ചെതലും വരും. മഴ പെയ്യ കാരണം കൊണ്ട് ഇത് മൺകട്ടയോണ്ട് ഉണ്ടാക്കിയ ചുമരായ കാരണം പെട്ടെന്ന് തന്നെ ചെതലും കയറും കേട്ടോ. അപ്പോൾ അത് കാരണം ഇവിടെ വിറക് ഞാൻ വെക്കണില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ചെതലും ഇല്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാം അതുപോലെ തന്നെ ഒതുക്കി വെച്ചു. എന്നിട്ട് ഇവിടെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്.
കുറച്ച് ദിവസം മുന്നേ ഞാനൊരു 2 ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്ന് വന്നിട്ടുണ്ട്. ഇതപ്പോൾ കുറച്ച് മുന്നേ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. പണികളൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ സാവധാനം തുറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ കിച്ചും തുമ്പിയാണെന്നുണ്ടെങ്കിൽ അത് തുറക്കാതൊരു സമാധാനം തന്നെ ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മ തുറന്നു കേട്ടെ എന്താ നോക്കട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ തൊയിരം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് തുറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഈ സ്കൂളിലേക്ക് പോണ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തുടക്കക്കാർക്ക് ഇതിൻ്റെ കിച്ചുവിനൊക്കെ ഇപ്പോൾ അത്യാവശ്യം തന്നെയാണ്. കാരണം ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ LKGയിലൊക്കെ. അപ്പോൾ അത് കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഓർഡർ ചെയ്തത് തന്നെ കേട്ടോ. ഇതിങ്ങനത്തെ 4 ബുക്കുകളുണ്ട്. ഒരെണ്ണം ഡ്രോയിങ്ങിൻ്റെ, ഒരെണ്ണം ഇങ്ങനെ ആൽഫബറ്റ്, മാത്സ്, നമ്പേഴ്സ് അങ്ങനത്തെ പറഞ്ഞിട്ട് 4 മോഡൽ ബുക്കുകളാണ് കേട്ടോ. അതിൽ നമ്മൾ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്കുകളാണിത്. അപ്പോൾ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അതിൽ ABCD Z വരെ ഉള്ളത് അതിലുണ്ടാവും. അതിൽ കൂടെ അതിന് മേലെ കൂടെ നമ്മൾ അതിന് എഴുതാനായിട്ടുള്ള ഒരു പെന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കൂടെ നമ്മൾ എഴുതി കൊടുക്കുക. കണ്ടോ, ഇത് നമ്പേഴ്സാണ്. 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ഇതിലുള്ളത് സംഭവങ്ങൾ. നമ്പേഴ്സിൻ്റെ ബുക്കാണിത് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ആ പെന്നും കൊണ്ട് എഴുതി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടുള്ളൂ. അപ്പോൾ അവരിങ്ങനെ എഴുതാനായിട്ട് പഠിക്കും ചെയ്യും. എൻ്റെ കിച്ചുവിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൻ്റെ ടേം ബുക്കിൽ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ. ABCD ഒക്കെ എന്നുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ ഇട്ടിട്ട് അതിൽ കൂടെ എഴുതിപ്പിക്കലൊക്കെയാണ് ഇപ്പോൾ തന്നെ അവർക്ക്. അല്ലാതെ ടീച്ചർ അല്ലാതെ എഴുതിപ്പിക്കുകയല്ല കേട്ടോ. അങ്ങനെ ഡോട്ട് കൂടെ എഴുതിപ്പിച്ചിട്ട് ഒരു വയം വരുത്തിയതിന് ശേഷമാണ് അവനോട് എഴുതിപ്പിക്കണുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്കാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അവന് പറ്റിയ ബുക്ക് തന്നെയാണ്. അവന് നല്ല എഴുതാനായിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ തുടക്കക്കാർക്ക് എന്തായാലും നല്ല അടിപൊളി തന്നെയാണ് എഴുതി പഠിക്കാനായിട്ട്. ഇതാണ് ആൽഫബറ്റിൻ്റെ ബുക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പെന്ന്. ഒറ്റൊരു പെന്നും പിന്നെ ബാക്കിയുള്ളതൊക്കെ ട്യൂബുകളാണ് കേട്ടോ. കുറേ ട്യൂബുകളുണ്ട് നമുക്ക് മഷി കഴിഞ്ഞാൽ മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പെന്നും കൊണ്ട് തന്നെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ അതിൽ. അമ്മ എഴുതിയ പോലെ എഴുത്. മതി. എന്തിനാ അവളെ കുത്തി വരയ്ക്കുന്ന അവിടെ തന്നെ എഴുത്. ഇങ്ങനെ ഇട്ടിട്ട് ഇതിലെഴുത് നീ. ഇതുണ്ടല്ലോ നമ്മൾ എഴുതുമ്പോൾ അതിനൊപ്പം തന്നെ മാഞ്ഞു പോണുണ്ട് കേട്ടോ. കണ്ടോ ഇവിടൊക്കെ ഇതിലൊക്കെ ഇപ്പോൾ എഴുതിയതാണ്. അതുപോലെ തന്നെ മാഞ്ഞും പോണുണ്ട്. അപ്പം നമുക്കിത് കുറേ യൂസ് ചെയ്യാം ഈ ബുക്ക് എന്തായാലും. കണ്ടോ നല്ല സുഖമുണ്ട് കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടോ? ഇതില് ഫുള്ള് എഴുതും. എന്നാ ഇത് ബേബി A, ഇത് B, ഇത് ബേബി B അങ്ങനെ പറഞ്ഞ് എഴുതുമോ എന്നാ? ഒപ്പം മാഞ്ഞുമുണ്ട്. അപ്പൊ അവര് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് എഴുതിക്കാം. നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടായി. മാഞ്ഞു പോണ്ടോ? അനക്ക് ഇഷ്ടപ്പെട്ടോ? അത് പേനേനെ. ഇത് മാറ്റി മാറ്റിയിട്ടിടാൻ വേണ്ടിയിട്ടുള്ള ട്യൂബുകള്. ഇത് കണ്ടില്ലേ, ഓരോ ട്യൂബ് മാറ്റി മാറ്റി ഇടാനുള്ളതാണ് കേട്ടോ പെന്നിന്റെ മഷി കഴിയുമ്പോ. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ജീൻസാണ് കേട്ടോ. ഇത് എനിക്കല്ല, അത് ഏട്ടനുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഏട്ടൻ ഇതിന്നൊരു ജീൻസ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല അടിപൊളി ജീൻസ് ആയിരുന്നു കേട്ടോ. നല്ല സുഖമുള്ളൊരു മോഡലൊരു തുണിയാണ്. നമുക്ക് നല്ല ടൈറ്റായിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു വലിവ് പോലെ ഉണ്ടാവും കേട്ടോ. ഇതും അതുപോലത്തെ മോഡൽ തന്നെയാണ്. നമുക്ക് കാല് മടക്കുക ഇരിക്കാനും അങ്ങനത്തെ ഒരു ഇതിനും ഒരു ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ജീൻസൊക്കെ ഇട്ട് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല ഇരിക്കാനൊക്കെ. ഇതിന് ആ വക ഒരു പ്രശ്നങ്ങളേ ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ
അടുത്ത പണിയിലേക്ക് കടന്നു. കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഇന്നലത്തെ കറി കൂട്ടിയിട്ട് കഴിക്കാൻ കേട്ടോ ചെയ്തത് ഉച്ചയ്ക്കൊക്കെ. അപ്പോൾ ഇന്ന് കറി വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നൊരു മുളക് വറുത്തപ്പുളി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നാണെന്നുണ്ടെങ്കിൽ മീനും കാര്യങ്ങളൊന്നും ഇതിൽ കൂടെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുളക് വറുത്തപ്പുളി വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവാള ഉണ്ട് കേട്ടോ, ചെറിയുള്ളി ഇല്ല, ചെറിയുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം സവാള വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെറിയുള്ളി തന്നെയാണ് യൂസ് ചെയ്യാറ്. രണ്ട് യൂസ് ചെയ്യാനൊന്നുമില്ല, പക്ഷെ എന്നാൽ ചെറിയുള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അത് ഇട്ടിട്ട് ഞാനത് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ കുനുകുനുന്നെ അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ ചതച്ചിട്ടില്ല, അരിഞ്ഞിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്ത് കുറച്ചൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ അങ്ങനെ ഇടാറില്ല, എന്നാലും ഇന്ന് ഇട്ടു, കുറച്ചിട്ടിട്ടുള്ളൂ. എന്നിട്ട് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മുളക് വറുത്തപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ഓരോ നാട്ടിൽ വേറെ വേറെ പേരിലൊക്കെ ആയിരിക്കും അറിയപ്പെട്ടുണ്ടാവുക, ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കണവരും ഉണ്ടാവും. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പിന്നെ ഇതാ കോഴിമുട്ട ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഓംലേറ്റ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഒന്ന് രാത്രി ഇതും കോഴിമുട്ട പൊരിച്ചതും മുളക് വറുത്തപ്പുളിയും പിന്നെ പപ്പടവും ഇന്നത്തെ സ്പെഷ്യൽ അതാണ് കേട്ടോ. ഓരോ ദിവസം എങ്ങനെയൊക്കെ ഒന്ന് തട്ടിമുട്ടി പോകണ്ടേ, എന്നിപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ നല്ല അടിപൊളിയായിട്ട് കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം ഒക്കെ തട്ടിമുട്ടലാണ് കേട്ടോ. അപ്പം ഇതങ്ങനെ ഉണ്ടാക്കി ഇന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കോഴിമുട്ടയ്ക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കോഴിമുട്ടയൊക്കെ കലക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കെന്ന് പറയുന്നത് ഓംലേറ്റ് അടിച്ചെടുക്കണം. എനിക്ക് ഈ ഓംലേറ്റിനായിട്ട് ഇഷ്ടം എനിക്ക് കൊത്തിപ്പൊരിച്ചാണ് കേട്ടോ. പിന്നെ ഇതങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 100 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏട്ടനാണെങ്കിൽ ഇതാണ് ഇഷ്ടം, എനിക്കാണെങ്കിൽ കൊത്തിപ്പൊരിച്ചതും. ഇനി ഏതാണെന്നുണ്ടെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കണം രണ്ടും. അപ്പോൾ എനിക്കൊരു ചെറിയ മടി, അപ്പം എന്നാൽ ഓംലേറ്റിലാണ് പിടിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് കണ്ടില്ലേ, ബുക്ക് കിട്ടിയപ്പോൾ പിന്നെ എൻ്റെ കിച്ചൺ ഇതിൽ എഴുതിയും കൊണ്ട് തന്നെ ഇരിക്കട്ടെ. എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല, പക്ഷെ എഴുതിയും കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അവൻ അങ്ങനെ പറയുന്നുണ്ട്, ഇതെന്താ അമ്മ ഞാൻ എഴുതണമൊന്നും കാണാത്ത, എഴുതണമൊക്കെ മാഞ്ഞു പോകണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കാരണം നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. എഴുതി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം എഴുതില്ലല്ലോ, അത് എഴുതിയിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ എഴുതി പഠിച്ചും കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് കാരണം എന്തായാലും യൂസ്ഫുള്ളായിട്ടൊരു സംഭവമാണ് കേട്ടോ ഈ ബുക്ക് എന്ന് പറയുന്നത്. അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. പേനയൊക്കെ ആയ കാരണം കൊണ്ട് പേന കൊണ്ടൊക്കെ എഴുതാൻ നല്ല ഇഷ്ടം കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ഡ്രോയിങ്ങിൻ്റെ ഒരു ബുക്ക് കൊടുത്തിട്ട് അവൾ കറിയാണ് കിട്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ആ ബുക്ക് അത് കൊടുത്തു. അവൾ വേറെ ഏതൊക്കെ പെന്നും കൊണ്ടൊക്കെ അതിൽ കുത്തി വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്നും വരച്ചത് മാഞ്ഞു പോയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുത്തും കുത്തും പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. പുറത്താണെങ്കിൽ ഒടുക്കത്ത മഴയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഫുഡായിട്ട് കഴിച്ചിട്ട് കടന്നുറങ്ങാം. ഇനി കറണ്ട് പോയി കഴിഞ്ഞാൽ ഇനി ഫുഡ് കഴിക്കലൊക്കെ അപ്പോൾ ആകെ അവതാളത്തിലാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ വേഗം ഊണൊക്കെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.